ബാഹ്യ ഇടപെടലുകൾക്ക് കീഴ്പ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചിരിക്കുന്നത്. ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു 7 അഭ്യർത്ഥനകളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അദ്ദേഹത്തിന്റെ പൊതുവേദിയിൽ വെച്ചുള്ള പ്രസംഗത്തിൽ നടത്തിയത്. അതിൽ തന്നെ ഇന്ധന ഉപയോഗം കുറയ്ക്കണം, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ തന്നെ അടുത്ത ഒരു കൊല്ലത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങരുത്, വളത്തിന്റെയും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഉപയോഗം അത് വാങ്ങുന്നത് കുറയ്ക്കണം, പരമാവധി ആളുകൾ മെട്രോയിൽ യാത്ര ചെയ്യണം, അങ്ങനെ 7 അഭ്യർത്ഥനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ പരാജയത്തിന്റെ തെളിവാണ്. നിലവിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധി അതെല്ലാം തന്നെ അതിന്റെ ഉത്തരവാദിത്തമെല്ലാം ജനങ്ങളുടെ തലയിലിട്ട് തടി നിപ്പാനുള്ള രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതായത് ജനം എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എവിടെ പോകണം, എവിടെ പോകരുത്, എങ്ങനെ പോകണം, എങ്ങനെ പോകരുത് എന്നുള്ള കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി അതെല്ലാം തന്നെ കൃത്യമായി പറയാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് ആരാണ് അധികാരം നൽകിയത്, ജനം എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹത്തെ ആര് അതെല്ലാം തന്നെ പറയാൻ ചുമതലപ്പെടുത്തി എന്നുള്ള ചോദ്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. ഇന്നലത്തെ പ്രധാനമന്ത്രി അഭ്യർത്ഥനകളെല്ലാം തന്നെ വലിയ ചില പ്രഖ്യാപനങ്ങൾക്കുള്ള സൂചന, അതായത് അടുത്ത ഒരു 2-3 ദിവസത്തിനിടയിൽ ഇന്ധന വിലയടക്കം വർദ്ധിക്കുന്ന തലത്തിൽ ചില പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള ചില സൂചനയായിട്ട് കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കേന്ദ്രം കടക്കുന്നു, അത് മറച്ച് അതിന്റെ ഉത്തരവാദിത്വമെല്ലാം തന്നെ ജനങ്ങളുടെ തലയിൽ ഇട്ടുകൊടുക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ചെയ്യുന്നത്. ഈ ഒരു സംഘർഷത്തിൽ ഇന്ത്യയെ അതെങ്ങനെ ബാധിച്ചു, അതിൽ നിന്നും നമ്മുടെ ജനങ്ങളെ കരകയറ്റുന്നതിന് പകരം ആ ഉത്തരവാദിത്വം ജനങ്ങളുടെ തലയിലിട്ട് സർക്കാരിന്റെ പരാജയങ്ങളിൽ നിന്നും തടുതപ്പാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്, അല്ലെങ്കിൽ അത്തരമുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ എന്തായാലും